എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയാമണിയും സ്വപ്നവല്ലിയും കൊമ്പ് കുറയ്ക്കുകയാണ്. നമ്മുടെ പ്രിയാമണി അമ്പലത്തിൽ പോയി വരുമ്പോൾ സ്വപ്നവല്ലി അതിനെ കാണുന്നു. അങ്ങനെ സ്വപ്നവല്ലി ചോദിക്കുന്നത്, അപ്പോൾ പറഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയത്. പിന്നെ അങ്ങോട്ട് സ്വപ്നവല്ലി തുടങ്ങി, നിങ്ങളുടെ മകൾ അവിടെ വേസ്റ്റാണ് താമസിക്കുന്നത്, അവൾക്ക് ശമ്പളം കൊടുത്തു വിടേണ്ട കാര്യമേ ഉള്ളൂ. ഇതൊക്കെ പ്രിയാമണിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മഞ്ജുമയാണെങ്കിൽ പൈസയുടെ ആവശ്യത്തിന് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു, ആരോടെങ്കിലും ചോദിക്കണം. അപ്പോൾ പറയുന്നു, നിനക്ക് നാണമില്ല ഇങ്ങനെ ഇറങ്ങി നടക്കുക, ഇനി ഇവിടുന്ന് ഒരു 5 പൈസ തരത്തില്ല, നിൻ്റെ ഭർത്താവിനും നിനക്ക് സൂഹിക്കാൻ വേണ്ടി ഇവിടുന്ന് എത്ര ലക്ഷങ്ങൾ മേടിച്ചാണ്, അതുപോലെ ഇഷിതയുടെ കയ്യിൽ നിന്ന് എത്ര പണം വാങ്ങി, എന്നിട്ട് ഇപ്പോൾ അവളെ പുറകിൽ നിന്ന് കുത്തുകയല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സ്വപ്നവല്ലി ദേഷ്യത്തിൽ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പറയുന്നത്, എനിക്ക് ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. അപ്പം നമ്മുടെ രാമൻ പറയും, എന്താന്ന് പറയാം. അങ്ങനെ പറയും, പ്രിയാമണി പറഞ്ഞതൊക്കെ നിങ്ങൾ അറിഞ്ഞു, അവരുടെ മകളെ നമ്മളിവിടെ പണിക്ക് വേണ്ടി ജോലിക്കാരിയായി വെച്ചിരിക്കുക എന്നൊക്കെയാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നതെന്നൊക്കെ പറയും. അപ്പം രാമൻ പറയും, എന്തായാലും അവരങ്ങനെ പറഞ്ഞു കാണില്ല, നീ അത് പൊലിപ്പിച്ച് പറയുന്നതാണെന്ന് പറയാം. അങ്ങനെ പ്രിയാമണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഇഷിതയും മഹേഷും ആണെങ്കിൽ റൂമിലിരിക്കുന്നു. ആ സമയത്ത് ഇഷിത ചിപ്പിനെ ഒരുക്കി സുന്ദരിയാക്കുന്നു. ആ സമയത്ത് ചിപ്പി തിരിച്ച് അമ്മയെ ഒരുക്കുന്നു. ആ സമയത്ത് മഹേഷ് ചോദിക്കുന്നു, അപ്പോൾ എന്നെ ആരും ഒരുക്കുന്നില്ലേന്ന് ചോദിക്കുന്നു. അപ്പോൾ ചിപ്പി പറയുന്നു, അത് അമ്മ ഒരുക്കി തരും എന്ന് പറയും. അങ്ങനെ ചിപ്പി പോവുകയാണ്. പിന്നെ ഇഷിത പറയുന്നത്, ഞാൻ ഒരുക്കി തരാമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു കറുത്ത പൊട്ട് അവളിൽ കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് കണ്ണാടി കാണിക്കുന്നത് പറയും, കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയാന്ന് പറയും. ഇനി ആ മുഖത്ത് ഒന്നും ചെയ്യാനില്ല എന്ന് പറയും. അപ്പോഴത്തേനും മഹേഷിന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. പഴയ ഇവർ ഫ്ലാറ്റിൽ പുറത്തിറങ്ങുന്ന സമയത്ത് കണ്ട കാര്യങ്ങളും പിന്നെ ഒന്നിച്ച് നടന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ഓർത്ത് ഒരു പ്രണയത്തിൻ്റെ ഒരു ഇതിലേക്ക് രണ്ടുപേരും കടന്നു പോവുകയാണ്. ഇതൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. പിന്നീട് അവരിങ്ങനെ സ്നേഹത്തോടെ നിൽക്കുന്നതും ഒക്കെ കാണിക്കുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ ചിപ്പിക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുകയാണ് ഇഷിത. ആ സമയത്ത് രാമൻ പറയുന്നു, നമ്മുടെ സ്വപ്നവല്ലിയും പ്രിയാമണിയും കൊമ്പ് കോർത്തിട്ടുണ്ട്, ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല എന്നൊക്കെ പറയണം. ഇതൊക്കെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഇഷിതയും മഹേഷും കാറിൽ പോകുന്ന സമയത്ത് ഇഷിത പറയുന്നു, എൻ്റെ അമ്മ ഒരു പാവമായിരുന്നു, പക്ഷേ എൻ്റെ അമ്മയെ ഇങ്ങനെയാക്കിയത് ഞാനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മഹേഷിനോട് പറയുന്നു. അപ്പം മഹേഷ് പറയും, ഇതിനൊരു പരിഹാരം വേണ്ടേ, നമ്മൾ ഒന്നിച്ച് ജീവിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ മഞ്ജിമ രചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കാരണം ഇഷിതയും മഹേഷിനെയും പിരിക്കാനാണ് അവളുടെ ഉദ്ദേശം. അപ്പോൾ രചനയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയാണ്. അവൾ മഹേഷിൻ്റെ ഭാര്യയൊന്നും അല്ല, അവർ ഭാര്യ ഭർത്താക്കന്മാരല്ല ജീവിക്കുന്നത്, വെറും ചിപ്പിയുടെ അമ്മയായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. ഇത് കേട്ട രചനയ്ക്ക് അങ്ങ് പിന്നെ സന്തോഷമാകുന്നു. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.